നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. 1 PM ന്യൂസിലേക്ക് വിശദമായി. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ പാർലമെന്റിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. മേഖലയിലെ എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരവും അതിർത്തികളും സംരക്ഷിക്കപ്പെടണമെന്നാണ് ഇരുസഭകളിലും നടത്തിയ പ്രസ്താവന. പ്രസ്താവനയല്ല, ചർച്ചയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിലെ ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി. സ്വമേധയാ നടത്തിയ പ്രസ്താവനയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംഘർഷം സംബന്ധിച്ച് ഇന്ത്യക്ക് ആശങ്കയുണ്ടെന്ന് അറിയിച്ചു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് പരിഹരിക്കേണ്ടതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യക്കാരുടെ സുരക്ഷയൊരുക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടെന്നും ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തിയെന്നും വിദേശകാര്യമന്ത്രി. On the airstrikes in Iran and the subsequent attacks in several Gulf countries. The CCS was concerned over the safety and security of the Indian community in the region. വിഷയത്തിൽ പ്രസ്താവനയല്ല, ചർച്ചയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസുകൾ തള്ളിയതിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ലോക്സഭയിൽ മന്ത്രി പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തിനെതിരെ കടുത്ത വിമർശനവുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 3 മണിവരെ നിർത്തിവെച്ചു. സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം ഇന്ന് ലോക്സഭ പരിഗണിക്കും. 24 ഡൽഹി. തുടർച്ചയായ 10ാം ദിനവും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ച് ഇറാൻ. ബഹ്റൈനിലെ സിദ്ര ഐലൻഡിലെ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിലും ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഇന്ത്യക്കാർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ സൗദിയിലെ ഇന്ത്യൻ എംബസി തള്ളി. ശക്തമായ ആക്രമണമാണ് പുലർച്ചെ ബഹ്റൈനിലുണ്ടായത്. സിത്ര ഐലൻഡിൽ നേർക്കുണ്ടായ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. നിരവധി വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. UAE-യിലെ ഫുജിയറയിലെ എണ്ണ വ്യവസായ മേഖലകളിലാണ് ആക്രമണമുണ്ടായത്. ഇത് 2ാം തവണയാണ് ഫുജിയറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോൺ ആക്രമിക്കപ്പെടുന്നത്. ആകെ 3 തവണയാണ് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഇതുവരെ ഇറാൻ UAE ആക്രമിച്ചത്. സൗദിയിൽ റിയാദ്, ഷൈബ എണ്ണപ്പാടം, പ്രിൻസ് സുൽത്താൻ എയർബേസ്, അൽജൌഫ് എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. അൽ ഖർജിൽ നടന്ന ആക്രമണത്തിൽ ഇന്ത്യക്കാർ മരിച്ചതായുള്ള റിപ്പോർട്ട് സൗദിയിൽ ഇന്ത്യൻ എംബസി തള്ളി. കുവൈറ്റിലും ഖത്തറിലും തുടർച്ചയായി ആക്രമണമുണ്ടായി. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഫോണിൽ സംസാരിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. 24 ദുബായ്. അമേരിക്കയും ഇസ്രയേലും ആക്രമണം കടുപ്പിക്കുന്നതിനിടെ പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ച് ഇറാൻ. കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനയുടെ മകൻ മോജ്തബ ഖമനയെയാണ് പരമോന്നത നേതാവായി പണ്ഡിത സഭ തിരഞ്ഞെടുത്തത്. പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേലിലേക്ക് ഇറാൻ ആക്രമണം ശക്തമാക്കി. ഇതിനിടെ ലെബനോണിൽ ഇസ്രയേൽ രാസായുധം പ്രയോഗിച്ചെന്ന ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടും പുറത്തുവന്നു. ഇറാനിൽ കുടുംബവാഴ്ചയുണ്ടാകില്ലെന്നായിരുന്നു പഹ്ലവി കുടുംബത്തെ ഭരണത്തിൽ നിന്നും താഴെയിറക്കി ജനത്തിന് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഉറപ്പ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ജനത്തെ ഒന്നിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായാണ് കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനയുടെ മകൻ മൊജ്തബയെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത്. 88 അംഗ മതപണ്ഡിത സഭയുടേതാണ് തീരുമാനം. ഖമനയുടെ 2ാമത്തെ മകനായ മൊജ്തബയ്ക്ക് IRGCയിലും പണ്ഡിത സഭയിലും നിർണായക സ്വാധീനവുമുണ്ട്. യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ ഉറച്ച നാവായ മൊജ്തബയാണ് ഖമനയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത് എന്ന ആരോപണവും ഉയർന്നിരുന്നു. ഖമനയി കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മൊജ്തബയുടെ ഭാര്യയ്ക്കും മകനും ജീവൻ നഷ്ടമായിരുന്നു. പുതിയ നേതാവിനെ അംഗീകരിക്കില്ലെന്നാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നിലപാട്. മൊജ്തബയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രയേലിൽ ഇറാൻ മിസൈൽ ഡ്രോണാക്രമണം കടുപ്പിച്ചെന്നാണ് റിപ്പോർട്ട്. 10ാം ദിനവും ഇറാനിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക നടപടി മാറ്റമില്ലാതെ തുടരുകയാണ്. IRGCയുടെയും ആഭ്യന്തര സേനയായ ബസിജിന്റെയും സുപ്രധാന കേന്ദ്രങ്ങൾ തകർത്തെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 7 ആയി. ഇതിനിടെ ഈ മാസം ആദ്യം തെക്കൻ ലെബനോണിലെ ജനവാസ മേഖലകളിൽ ഇസ്രയേൽ വൈറ്റ് ഫോസ്ഫറസ് രാസവസ്തു പ്രയോഗിച്ചതിന് തെളിവ് ലഭിച്ചെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അറിയിച്ചു. ലെബനോണിൽ ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലും തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. നോക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തൃശൂർ നാട്ടികയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ CPIയിൽ പൊട്ടിത്തെറി. ഗീതാഗോപിയെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്നും താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും സിറ്റിംഗ് MLA CC മുകുന്ദൻ പ്രഖ്യാപിച്ചു. CC മുകുന്ദനെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസും BJPയും നീക്കം തുടങ്ങി. എന്നാൽ CC മുകുന്ദനെ അനുനയിപ്പിക്കാൻ CPI നേതൃത്വവും ശ്രമം തുടരുകയാണ്. ഗീതാഗോപിയെ സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തിൽ പേയ്മെന്റ് സീറ്റ് ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചാണ് CC മുകുന്ദൻ രംഗത്തെത്തിയത്. ഗീതാഗോപിയുടെ പേര് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഗീതാഗോപിനെ ക്ഷണിച്ചു BJP.
എന്ന് ഒരു പത്രത്തിൽ ന്യൂസ് വരാണ്ടായി. അതൊരു എനിക്ക് കിട്ടിയോടത്തോളം തരികട പ്രയോഗനം നടത്തി. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള സമീപനം സ്വീകരിച്ചിട്ടാണ് ഗീതാഗോപി പാർട്ടിയിൽ നിന്ന് സീറ്റ് കൈവശമാക്കാൻ തീരുമാനിച്ചത്. ഗീതാഗോപി അല്ലാതെ മറ്റാരെങ്കിലുമാണെങ്കിൽ അംഗീകരിക്കുമായിരുന്നെന്നും മുകുന്ദൻ. മറ്റു പാർട്ടികളോട് തൊട്ടുകൂടായ്മയില്ലെന്ന് വ്യക്തമാക്കിയ CC മുകുന്ദനുമായി കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സംസാരിച്ചു. അല്ല, ഈ വെളിപ്പെടുത്തൽ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമാണ്, പേയ്മെന്റ് സീറ്റ് എന്നാണ്. ഗൗരവതരമാണ്, അത് ശരിയാണെങ്കിൽ ഗൗരവതരമാണ്. മുകുന്ദൻ വന്നാൽ സ്വീകരിക്കും. അതൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നാം തവണയാണ്, ഒരു തവണയെ മത്സരിച്ചിട്ടുള്ളൂ. 2-3 തവണ മത്സരിച്ച ആളുകൾക്ക് ഇളവ് കൊടുക്കുന്നു. ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എന്താ വേണ്ടത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. CC മുകുന്ദന്റെ പേയ്മെന്റ് സീറ്റ് ആരോപണത്തിൽ പാർട്ടി മറുപടി പറയുമെന്ന് ഗീതാഗോപിയുടെ പ്രതികരണം. ആരോപണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തള്ളി. എന്നാൽ മുകുന്ദനെ ചേർത്തു നിർത്തുമെന്നും ബിനോയ് വിശ്വം. ഞങ്ങൾ മുകുന്ദനെ ഒരിക്കലും ശത്രുവായിട്ട് കാണില്ല. മുകുന്ദന് പറയാനുള്ള ഏത് കാര്യവും പാർട്ടി കേൾക്കും, സഹാവിനെ പോലെ കേൾക്കും. പരിഹാരമുണ്ടാക്കാൻ പാർട്ടിക്ക് എല്ലാ മാർഗവും സ്വീകരിക്കാൻ പറ്റും. നാട്ടികയിൽ CC മുകുന്ദന് വിനയായത് മണ്ഡലം കമ്മിറ്റിയുടെ എതിർപ്പെന്നാണ് വിവരം. ഇടഞ്ഞ CC മുകുന്ദനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം CPI സംസ്ഥാന നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. 24 പാലക്കാട്. നാട്ടിക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഗീതാഗോപി. എതിർ സ്ഥാനാർത്ഥി ആരായാലും തെരഞ്ഞെടുപ്പിൽ ഇടതുകോട്ട പൊളിക്കാൻ കഴിയില്ല. CC മുകുന്ദനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഗീതാഗോപി. ഇതിന് ഞാനിപ്പം മറുപടി പറയില്ല, എൻ്റെ പാർട്ടി മറുപടി പറയും. ഞാനതിനെ മറുപടി പറയുന്ന ആളല്ല. എന്നെ പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കാൻ മാത്രമേ ഞാനിപ്പോൾ മനസ്സ് കൊടുക്കണം. ഒരു പ്രശ്നമില്ല. ഞങ്ങൾ അല്ല, എനിക്ക് അതിനൊരു അവസരം ടൈം കിട്ടിയിട്ടില്ല. എന്തായാലും പാർട്ടി എന്താണ് പറയുന്നത് അതിനനുസരിച്ച് പോകാൻ എനിക്ക്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് നേതാക്കൾ നാളെ ഡൽഹിക്ക്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായും ഹൈക്കമാൻഡ് പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി പട്ടികയ്ക്ക് രൂപം നൽകും. സ്ക്രീനിംഗ് കമ്മിറ്റി പട്ടിക കൈമാറിയാൽ നാളെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരാനും സാധ്യതയുണ്ട്. ആദ്യഘട്ടത്തിൽ 60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. 20 സിറ്റിംഗ് സീറ്റടക്കം 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. സംവരണ മണ്ഡലങ്ങൾ, ഒറ്റപ്പേര് മാത്രമുള്ള സീറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് 40 സീറ്റുകൾ. ബാക്കി 20 സീറ്റുകൾ കൂടി അന്തിമധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഡൽഹിക്ക് പോകുന്നത്. വട്ടിയൂർക്കാവ്, മണലൂർ തുടങ്ങിയ സീറ്റുകളിൽ ഒറ്റപ്പേരിലേക്ക് വന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ മുതിർന്ന നേതാവ് K മുരളീധരനും മണലൂരിൽ TN പ്രതാപനും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എതിർപക്ഷത്തു നിന്ന് മുന്നണിയിലേക്ക് ചില നേതാക്കളെ കൊണ്ടുവരാനും ശ്രമം നടക്കുന്നു. അത്തരം സാധ്യതകൾ കൂടി തുറന്നിട്ടുകൊണ്ടാകും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. സ്ക്രീനിംഗ് കമ്മിറ്റി പട്ടിക കൈമാറിയാൽ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. ഒരുപക്ഷെ നാളെ തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നേക്കും. ഇലക്ഷൻ കമ്മിറ്റി കൈമാറുന്ന പട്ടിക AICC ആണ് പ്രഖ്യാപിക്കുക. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊപ്പം ആദ്യഘട്ട സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ ധാരണ. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, വേണ്ടെന്ന് പറഞ്ഞാലില്ല. അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ കഴിയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നെ മത്സരിപ്പിച്ചത് പാർട്ടിയാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കത്തില്ല. ആയിക്കോട്ടെ, അപ്പോഴും പാർട്ടി തന്നെ തീരുമാനിച്ചോട്ടെ. പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് പാർട്ടി നടപടി എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പാർട്ടിക്ക് അകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും പാർട്ടിയുടെ എല്ലാ അച്ചടക്കത്തെയും പാലിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുണ്ടാകില്ല. പക്ഷേ ഒരു MLA എന്ന നിലയിൽ ഈ നാടൊരവസരം തന്നപ്പോൾ, എൻ്റെ പ്രസ്ഥാനം ഒരവസരം തന്നപ്പോൾ 1.5 വർഷക്കാലം കൊണ്ട് എന്തെല്ലാം ഭരണപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 3 സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കടുത്ത അതൃപ്തി. ഒരു പാർട്ടി നിന്നാൽ മാത്രമേ വിജയിക്കൂ എന്ന് പറയുന്നത് ശരിയല്ലെന്ന് കേരള കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. ഇതിനിടെ കോട്ടയം, ചങ്ങനാശ്ശേരി സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ AICCക്ക് കത്തയച്ചു. മന്ത്രിമാർ മത്സരിക്കുന്ന സീറ്റുകളായ ഇടുക്കി, ഏറ്റുമാനൂർ, ഇതുകൂടാതെ കുട്ടനാട്, ഈ 3 സീറ്റുകളിലാണ് കോൺഗ്രസ് കണ്ണുവെച്ചിരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാലേ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി പറയുന്നത്. എന്നാൽ അത് ശരിയല്ലെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. ഒരു പാർട്ടി നിന്നാൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു മുന്നണി സംവിധാനത്തിന് ചേർന്ന ഒരു സംസാരമാണെന്ന് തോന്നുന്നില്ല. അത് ഒരു മുന്നണി സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കും, അത് മാത്രമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമുള്ളൂ. ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറാണെന്ന് മാത്രമാണ് കേരള കോൺഗ്രസ് നേതൃത്വം അറിയിച്ചത്. ഇതിനിടെ കോട്ടയം, ചങ്ങനാശ്ശേരി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ AICCക്ക് കത്ത് നൽകി. 24 കോട്ടയം.
കോഴിക്കോട് എലത്തൂർ സീറ്റ് സംബന്ധിച്ച NCPയിലെ തർക്കത്തിന് അയവില്ല. AK ശശീന്ദ്രൻ മത്സരിക്കരുത് എന്നാവശ്യപ്പെട്ട് എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രമേയം പാസാക്കി. എലത്തൂർ സീറ്റിൽ തട്ടി NCPക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾക്ക് അയവില്ല. ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രമേയം പാസാക്കി. പുത്രസ്നേഹത്താൽ അന്ധനായ ധൃതരാഷ്ട്രരെ പോലെ അധികാരഭ്രമം കൊണ്ട് നേതാക്കന്മാർ അന്ധരാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും തനിക്ക് ശേഷം പ്രളയമെന്ന ചിന്താഗതിയുമായാണ് ചില നേതാക്കന്മാർ മുന്നോട്ടു പോകുന്നതെന്നും പ്രമേയത്തിൽ പറയുന്നു. NCPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 3 സീറ്റാണ് പാർട്ടിക്കുള്ളത്. അതിൽ എത്രയോ വർഷങ്ങളായി ഇദ്ദേഹം തന്നെ ഒരു MLAയും മന്ത്രിയായി തുടരും. അപ്പം പുതിയ ആളുകൾക്ക് അവസരം കിട്ടണം. ഈ ചെറിയ പാർട്ടിക്ക് പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കണം. തുടർന്നും അധികാരത്തിൽ പിടിച്ചു തൂങ്ങുക എന്ന് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാക്കൂർ മണ്ഡലം കമ്മിറ്റി ഐക്യകണ്ഠേന പ്രമേയം ഞങ്ങൾ പാസാക്കി. ശശീന്ദ്രൻ അനുകൂലികൾ ചേർന്ന രഹസ്യയോഗത്തെ ബ്ലോക്ക് കമ്മിറ്റി യോഗമാക്കിയതിലും ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കേരളം ഒട്ടാകുള്ള ആളുകൾ പങ്കെടുത്ത ഒരു യോഗമായിട്ട് കണ്ടത്. നമ്മളെ യൂത്തിനെ ബന്ധപ്പെട്ട ഒരാളും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇതിന് കർശന നടപടി എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. ശശീന്ദ്രനെ വീണ്ടും മത്സരിപ്പിച്ചാൽ പാർട്ടി വിടാനാണ് പ്രബല വിഭാഗത്തിന്റെ തീരുമാനം. ശശീന്ദ്രനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ പാർട്ടി പിളർത്തുമെന്ന ഭീഷണിയും ശശീന്ദ്രൻ അനുകൂലികൾ ഉയർത്തുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. തൃശൂർ മുണ്ടൂരിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 19-കാരന് ദാരുണാന്ത്യം. മലപ്പുറം സ്വദേശി ഹമദ് ഫർഹാനാണ് മരിച്ചത്. ഇന്ന് രാവിലെയോടെയായിരുന്നു അപകടം. ശ്രീജിത്ത് ശ്രീകുമാരൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. ശ്രീജിത്ത്, രാവിലെ എപ്പോഴാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് ഉന്മേഷ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ലോറി ഇടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. ഹമദ് മലപ്പുറത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു സ്വകാര്യ ആവശ്യത്തിനായാണ് ഈ 19-കാരൻ വാഹനത്തിൽ വന്നിരുന്നത് എന്നും മനസ്സിലാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആക്സിഡന്റ് കെയർ പ്രവർത്തകർ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അവർ ആംബുലൻസിൽ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. ഉന്മേഷം. ശരി, ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന്. നഴ്സസ് സമരത്തിൽ താളം തെറ്റി സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം. പലയിടങ്ങളിലും അത്യാഹിത വിഭാഗങ്ങളുടെ പ്രവർത്തനം ഉൾപ്പെടെ തടസ്സപ്പെട്ടു. അടിസ്ഥാന ശമ്പളം ഉയർത്താതെ പിന്നോട്ടില്ല എന്നാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നിലപാട്. ഇതിനിടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ സമരം ചെയ്തവർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായെന്ന് നഴ്സസ് ആരോപിച്ചു. സ്വകാര്യ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് നഴ്സുമാരുടെ പണിമുടക്ക്. സ്വകാര്യ ആശുപത്രികൾക്കും ജില്ലാ കളക്ടറേറ്റുകൾക്കും മുമ്പിലും പ്രതിഷേധ സമരം. ആവശ്യങ്ങൾ അംഗീകരിച്ച മാനേജ്മെന്റുകൾക്ക് കീഴിലെ 7 ആശുപത്രികളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കി. ഇതിനിടെ സമരത്തിനിടെ നഴ്സുമാരെ പൂട്ടിയിട്ടെന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ പരാതി ഉയർന്നു. എന്നോട് എന്റെ ഇഞ്ചക്ഷൻ പുതിയതായി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 25 വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി. അവർ ഞങ്ങളോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ക്ലാസ് ആണെങ്കിൽ മുടക്കണ്ട, ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോന്നോളൂ. പക്ഷെ ക്ലാസ്സിന് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഒരു റൂമിൽ അടച്ചിടുകയും ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. വിവിധ മാനേജ്മെന്റുകൾ നഴ്സുമാർക്ക് 5000 രൂപ വരെ ശമ്പള വർധനവ് നൽകാമെന്ന് അറിയിച്ചെങ്കിലും സംഘടന അംഗീകരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. സർക്കാർ പുനരധിവാസ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർ പ്രതിഷേധവുമായി വീണ്ടും രംഗത്ത്. വായ്പ എഴുതിത്തള്ളുന്നതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന ആരോപണവുമായി ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പുനരധിവാസ പട്ടികയിൽ മാനദണ്ഡങ്ങളുടെ പേര് പറഞ്ഞ് ചിലരെ മാത്രം ഒഴിവാക്കി എന്നാണ് പരാതി. ഇപ്പുറത്തെല്ലാം മറിച്ച് കിടന്ന സാവക്കാടാണ്. അവിടെ നിന്ന് 2-3 കിലോമീറ്റർ മുകളിലാണ് ഞങ്ങൾ പോകേണ്ടത്. പണി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി 7 മണിക്ക് ആ റോഡ് കൂടിയാണ് പോകേണ്ടത്. ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. ഒന്ന് ഇത് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ്. അത് ഞങ്ങൾക്ക് പടവെട്ടിക്കുന്നവർക്ക് എനിക്ക് വീട് വേണം. അത്രയുള്ള എനിക്ക് പറയാനുള്ളൂ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം പരോക്ഷമായി ബാധിച്ചത് നിരവധി പേരെ. ദുരന്തബാധിതരെ ഉൾപ്പെടുത്തിയ സർക്കാർ പുനരധിവാസ പട്ടികയിൽ നിന്ന് സാങ്കേതികത്വത്തിന്റെയും മാനദണ്ഡങ്ങളുടെയും പേര് പറഞ്ഞ് ഒഴിവാക്കപ്പെട്ടവർ അനേകമുണ്ടെന്ന് സമരക്കാർ. ഞങ്ങൾക്ക് വാടക കിട്ടുന്നുണ്ട്, ദിനപത്ര കിട്ടുന്നുണ്ട്,
ഞങ്ങൾക്ക് തല ചായ്ക്കാൻ ഒരു ഇടമാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് ആ 7 സെന്റ് സ്ഥലം പുഞ്ചിരിമട്ടത്ത് പൂർണ്ണമായി വിളിച്ചു പോയാൽ എൻ്റെ കുടുംബത്തിൽ ആ 7 പേര് നഷ്ടപ്പെട്ടതാണ്. ഞങ്ങൾ ഈ സർക്കാരിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. അവിടെയുള്ള കുറച്ച് ആളുകൾ ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. രാഷ്ട്രീയ ഇടപെടലുണ്ട്. സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ പെടാത്തവരുടെ വായ്പ എഴുതി തള്ളുന്ന കാര്യത്തിലും നടപടിയില്ല. നമ്മൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. നമുക്കൊരു വീടിന് ലോണിന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലാൻ പറ്റുമോ സാറേ? നമ്മളൊക്കെ രോഗികളാണ്. സിസേറിയൻ കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല. എനിക്ക് അധികം പണിക്ക് പോകാൻ എനിക്ക് പറ്റൂല. നമ്മളൊരു മിച്ചഭൂമിയിലാണ് കഴിയുന്നത്. 7 ലക്ഷം രൂപ ലോണാണ് എനിക്ക് ഇസാഫിൽ കിടക്കുന്നത്. ഈ ലോൺ അടയ്ക്കാൻ പറ്റില്ല. ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയും എൻ്റെ മുന്നിലില്ല. വാപ്പ, ഉമ്മ, ആങ്ങള, അനിയത്തി, മക്കൾ എല്ലാവരും 11 പേര് മരിച്ചതാ. ഫസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പറഞ്ഞ് കല്ലിന്റെ അപ്പുറം പുറത്താണ് അകത്താണെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പുറത്താക്കിയ. സോൺ തിരിച്ചായിരുന്നു സർക്കാർ പുനരധിവാസ പട്ടിക തയ്യാറാക്കിയത്. എന്നാൽ ആദ്യം പരിഗണിക്കേണ്ട പലരെയും ഇന്നും പരിഗണിച്ചിട്ടില്ല എന്നാണ് ആക്ഷേപം. 24 വയനാട്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് വിജയത്തിന്റെ ആവേശത്തിൽ രാജ്യം. സഞ്ജു സാംസന്റെ നേട്ടത്തിൽ മലയാളികൾ ആഘോഷത്തിമിർപ്പിലാണ്. സഞ്ജുവിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം ഒരുക്കും. തിരുവനന്തപുരത്ത് സ്വീകരണം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സഞ്ജു സാംസൺ കേരളത്തിന്റെ പുത്രനാണെന്നും കഠിനാധ്വാനത്തിൽ ലോകത്തിന്റെ പ്രശംസ നേടിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലയാളിയായിട്ടുള്ള സഞ്ജു ലോകത്തെമ്പാടുമുള്ള കായിക പ്രേമികളാൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമായി മാറി. കേരളത്തിന് അഭിമാനിക്കാം. അതിൽ നമുക്ക് കേരളത്തിൻ്റെ പുത്രനാണ്. സഞ്ജുവിൻ്റെ സ്ഥിരമായിട്ടുള്ള പരിശ്രമം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും അദ്ദേഹം ഇന്ന് ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തെ അഭിനന്ദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അർഹിക്കുന്ന രൂപത്തിൽ ഉള്ള കേരളത്തിൻ്റെ ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകുന്നതാണ്. ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അദ്ദേഹത്തെ പോലെ പരിചയസമ്പന്നനായ സുകുമാരൻ നായർ സാർ പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ താലൂക്കിനെ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കസേരയിൽ ഇരിക്കുന്നുള്ളൂ. അതിലൊന്നും ഒരു ആശങ്കയും വേണ്ട. NSS ഒന്നും എനിക്കെതിരല്ല. നായർ എനിക്കെതിരാണെന്ന് പറയുക, ഈഴവർ എനിക്കെതിരാണെന്ന് പറയുക, ഒന്നുമല്ല. ആരും എനിക്കെതിരല്ല. എനിക്ക് ജാതിയില്ല, മതമില്ല. ഞാനൊരു കലാകാരനായി ജീവിച്ചവനാണ്. എനിക്ക് ജാതി മതമില്ല. ഞാൻ ഇന്ന് വരെ ഒരാളോടും നിങ്ങളേത് ജാതിയാണെന്ന് ചോദിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലൊരു കാര്യത്തിന് വരുന്ന നിങ്ങളേത് പാർട്ടിയാണെന്ന് ചോദിച്ചിട്ടില്ല. അതിലെനിക്ക് അഭിമാനമുണ്ട്. അത് ഈ നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല. പറയുന്നവർക്ക് ഏത് ലേഖയ്ക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. അതൊക്കെ അവരെ പറ്റി നിങ്ങൾ തന്നെ പറയുന്നതല്ലേ. പ്രധാനമന്ത്രി വന്നപ്പം മാറി സൗന്ദര്യ പണക്കമായിട്ട് മാറി മരത്തിൻ്റെ കൂട്ടി പോയി എന്ന് അവരെ പറ്റി ഞാനെന്തോ പറയാൻ. മനസ്സിലായില്ലല്ലോ. എല്ലാവരെയും പശ്ചാത്തലമുണ്ട്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രചിച്ച നിയോഗം എന്ന നോവലിന്റെ പ്രകാശന ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു. അപ്പോളോ ഡിമോറ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ടി പത്മനാഭൻ പുസ്തകം സംവിധായകൻ ബ്ലസ്സിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ അധ്യക്ഷനായിരുന്നു. നിരൂപകൻ ഡോക്ടർ PK രാജശേഖരൻ പുസ്തകം പരിചയപ്പെടുത്തി. രമേശ് ചെന്നിത്തലയുടെ ആദ്യ നോവലാണ് നിയോഗം. തന്റെ നാടായ ഓണാട്ടുകരയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പുസ്തകമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്ന് രമേശ് ചെന്നിത്തല മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. മദ്യനയ അഴിമതി കേസിൽ CBIക്കെതിരായ പരാമർശങ്ങൾ സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി. വിചാരണ കോടതിയുടെ പരാമർശങ്ങൾക്കാണ് സ്റ്റേ. CBI ഉദ്യോഗസ്ഥർക്കെതിരായ വകുപ്പ് തല നടപടികളും ഡൽഹി ഹൈക്കോടതി തടഞ്ഞു. കരൂർ ദുരന്തത്തിൽ TVK അധ്യക്ഷൻ വിജയ്ക്ക് വീണ്ടും സമൻസ്. നാളെ ഡൽഹി CBI ആസ്ഥാനത്ത് എത്തണമെന്നാവശ്യപ്പെട്ടാണ് സമൻസ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന്. അർജുൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? TVK അധ്യക്ഷനായ വിജയ്ക്ക് ഇപ്പോൾ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീണ്ടും CBIയുടെ സമൻസ് ലഭിച്ചിരിക്കുന്നു എന്നതാണ് വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. നേരത്തെ ഇതേ വിഷയത്തിൽ തന്നെ CBI വിജയയുടെ മൊഴിയെടുപ്പ് നടത്തിയതാണ്. അതിനുശേഷം വിട്ടയക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും സമൻസ് നൽകുന്നു CBI. നാളെ ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ഹാജരാകണമെന്നാണ് വിജയ്ക്ക് ഇപ്പോൾ CBI നൽകിയിരിക്കുന്ന നിർദ്ദേശം. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ഈ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നേരത്തെ ചോദ്യാവലി തയ്യാറാക്കിയാണ് വിജയെ CBI നേരിട്ടത്. വീണ്ടും സമൻസ്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷൻ, നാളെ രാവിലെ വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിജയ്ക്ക് CBI സമൻസ് നൽകിയിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകണം. ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട്, കരൂർ ദുരന്തത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ CBIയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അതിൽ വിജയിൽ നിന്ന് കൂടുതൽ വിശദീകരണം തേടേണ്ടതുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നാളെ രാവിലെ വീണ്ടും ഹാജരാകാൻ വേണ്ടി, ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ വിജയ്ക്ക് സമൻസ് നൽകിയിരിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് CBI ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നേരത്തെ
നേരത്തെ ജനുവരി 12-നും 19-നും 2 ഘട്ടങ്ങളിലായി വിജയ് ചോദ്യം ചെയ്തതാണ്. അതിലെല്ലാം തന്നെ വിജയ് എന്തുകൊണ്ട് വേദിയിൽ എത്താൻ വൈകി, അതുപോലെ തന്നെ ഈ കരൂരിലെ ഈ വേദിയിലുണ്ടായിട്ടുള്ള അപര്യാപ്തതയെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസിനോട് നേരത്തെ പറഞ്ഞത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എന്തായാലും കൂടുതൽ കാര്യങ്ങളിൽ വിശദീകരണം തേടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നാളെ വിജയെ വിളിച്ചു വരുത്തുന്നത്. ഉന്മേഷ്. ശരി, അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.